ഗുഡ് ഈവനിങ്. ഞാൻ ജിഷാനൂപ് ജോഹൻജോ അക്കാഡമിയിൽ നിന്ന് ഇന്ന് വേറൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. DIC, ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ. നമ്മൾ ഫീറ്റൽ ഡെത്ത് ഇൻ യൂട്രോ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇത് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് വരുന്നതാണ്. അത് വൺ ഓഫ് ദ കോംപ്ലിക്കേഷനാണ് അതിൻ്റേത്. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മളിത് കാണുന്നത്. എന്താണ് DIC? DIC എന്ന് പറയുന്നത് ഒരു മെറ്റേണൽ കണ്ടീഷനാണ്. ഇതിനകത്ത് എന്നാ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോട്ടിംഗ് കാസ്കേഡ് ആക്ടിവേറ്റ് ആവുകയും ഫോർമേഷൻ ഓഫ് ക്ലോട്ട്സ് ഇൻ ടു ദ മൈക്രോ സർക്കുലേഷൻ, നമ്മുടെ സർക്കുലേഷനകത്തോട്ട് ക്ലോട്ട്സ് ഫോം ചെയ്ത് സർക്കുലേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ക്ലോട്ടിംഗ് കാസ്കേഡ് അല്ലെങ്കിൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക എല്ലാവരും. ഓക്കെ, അപ്പം എന്താണ് ഇതിനകത്ത് എസ്പെഷ്യലി അല്ലെങ്കിൽ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിഡ് ആൻഡ് എക്സ്റ്റൻസീവ് ഫോർമേഷൻ ഓഫ് ക്ലോട്ട്സ്. DICക്കകത്ത് പെട്ടെന്നാണ് ക്ലോട്ട്സ് ഉണ്ടാവുന്നത്. അത് കാരണം പ്ലേറ്റ്ലെറ്റ്സ് താഴെ പോവുകയും ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് താഴെ പോവുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? പ്ലേറ്റ്ലെറ്റ് താഴെ പോയാലും ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ലെസ് ആയാലും നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ വരുന്ന വേറൊരു കോംപ്ലിക്കേഷൻ എന്താണ്? ത്രോംബോ എംബോളസ് ഫോർമേഷൻ ഉണ്ടാവാനുമുള്ള ചാൻസസ് കൂടുതലാണ്. അതാണ് DIC എന്ന് പറയുന്നത്. DIC എന്ന് പറയുന്ന ഒരു മെറ്റേണൽ കണ്ടീഷനാണ്. ഇതിനകത്ത് എന്നെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോട്ടിംഗ് കാസ്കേഡ് ആക്ടിവേറ്റ് ആവുകയും റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ക്ലോട്ട്സ് ഇൻ ദ മൈക്രോ സർക്കുലേഷൻ. അപ്പം ഏതൊക്കെയാണ് പ്രീ ഡിസ്പോസിങ് കണ്ടീഷൻസ് ഓഫ് DIC? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് DIC വരാൻ സാധ്യതയുണ്ട്? അബ്രപ്ഷ്യോ പ്ലാസെന്റ നേരത്തെ എടുത്ത ടോപ്പിക്കാണ്. അമിനോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം, ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഹെൽപ്പ് സിൻഡ്രോം ഞാൻ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷനകത്ത് പറഞ്ഞതാണ്. ഹെൽപ്പ് സിൻഡ്രോം എന്താണെന്ന് എല്ലാവരും ഓർത്തെടുക്കാൻ ശ്രമിക്കുക, മറിച്ച് നോക്കാതെ. കേട്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, അല്ലേ? ഇൻട്രാ യൂട്രൈൻ ഫീറ്റൽ ഡെത്ത്, അത് ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചു. ലിവർ ഡിസീസസ് അല്ലെങ്കിൽ സെപ്സിസ്, ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് DIC ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഇൻട്രായൂട്രൈൻ ഫീറ്റൽ ഡെത്ത് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ടോപ്പിക് ആയിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ അസസ്മെൻറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സൊക്കെ ആക്ടിവേറ്റ് ആയി കഴിയുമ്പോഴത്തേന് എന്ത് സംഭവിക്കുന്നത്? അൺകൺട്രോൾഡ് ബ്ലീഡിംഗ് ആണ് ഉണ്ടാവുന്നത്. ബ്രൂയിസിങ് വരാം, പെറ്റക്കെ വരാം, എക്കിമോസിസ് വരാം. പിന്നെ ഒക്കൾട്ട് ബ്ലഡിൻ്റെ പ്രസൻസ് സച്ച് സ്റ്റൂളിൽ കാണാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഷോക്കിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഹെമറ്റമെസിസ്, ഹെമച്ചൂറിയ അല്ലെങ്കിൽ വജൈനൽ ബ്ലീഡിങ് ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഇൻക്രീസ്ഡ് PTയും ക്ലോട്ടിംഗ് ടൈമും ഒക്കെ ഇൻക്രീസാണ് ആവുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അസസ്മെൻറ്റിലൂടെ നമ്മൾ കാണുന്നത്. ഇതിനകത്ത് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് റിമൂവ് അണ്ടർലൈങ് കോസ്. പിന്നെ ഷോക്ക് വരാൻ സാധ്യതയുള്ളത് കാരണം നമ്മൾ വൈറ്റൽ സയൻസ് മോണിറ്റർ ചെയ്യണം. ബ്ലീഡിങ്, സയൻസ് ഓഫ് ഷോക്കും അസസ് ചെയ്യണം. പിന്നെ O2 തെറാപ്പി കൊടുക്കണം, വോളിയം റീപ്ലേസ്മെൻറ്റ് കൊടുക്കണം, ബ്ലഡ് കമ്പോണൻറ്റ് റീപ്ലേസ്മെൻറ്റും കൊടുക്കണം, പോസിബിളി ഹെപ്പാരിൻ തെറാപ്പിയും. ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് അല്ലെങ്കിൽ ഹെപ്പാരിൻ തെറാപ്പിക്കൊക്കെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അവരുടേതായിട്ടുള്ള പ്രോട്ടോക്കോൾ ഉണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്ത് വേണം കൊടുക്കാൻ. അപ്പം നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, ചിലപ്പം നമ്മൾ അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുമ്പോഴത്തേക്ക് ചിലപ്പം സെയിം ആവണമെന്നില്ല അവരുടെ പ്രോട്ടോക്കോള്. ചിലവർക്ക് ഇത്ര റേറ്റ് ml/h മാത്രം ഫസ്റ്റ് 2 hours എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമ്പൽസറി ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. ഓക്കെ, പിന്നെ ബ്ലഡ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആര് കൂടെ നിന്നാണ് ചെക്ക് ചെയ്യുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ചെക്ക് ചെയ്യണം, അതൊക്കെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ കോംപ്ലിക്കേഷൻസ് എല്ലാം നോക്കണം. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് പേഷ്യൻസിൻ്റെ യൂറിൻ ഔട്ട്പുട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഞാൻ കഴിഞ്ഞൊരു ദിവസത്തെ ഒരു ക്ലാസ്സിനകത്ത് പറഞ്ഞിരുന്നു എത്രയാണ് നോർമൽ യൂറിൻ ഔട്ട്പുട്ട് പെർ അവർ എന്ന് പറയുന്നത് 30 ml/h, ഇല്ലേ? അത്രയും ഈ അമ്മയിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. കൂടുതലായിട്ടും നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമ്മൾ കത്തീറ്റർ ഇട്ടിട്ടാണ് നമ്മളിത് ചാർട്ട് ചെയ്യുന്നത്, അല്ലേ? എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ യൂറിൻ ഔട്ട്പുട്ട് നോക്കണം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
റീനൽ ഫെയിലിയർ DICയുടെ ഒരു കോംപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് DIC എന്ന് പറയുന്നത്. ഇതെല്ലാം ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്, നിങ്ങൾ ജസ്റ്റ് കേട്ടുവിട്ടാൽ മാത്രം മതി. എക്സാമിന് ഈ ടോപ്പിക്സ് വരുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഇതിനെക്കുറിച്ച് എനിക്ക് അറിയാമല്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നും. ഈ NCLEX എക്സാം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നാൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. അപ്പം പേഷ്യൻസോടുകൂടി എല്ലാവരും നന്നായി പഠിക്കുക. അതായത് നമ്മൾ പഠിച്ച ടോപ്പിക്സ് തന്നെ, നമ്മൾ നഴ്സിങ്ങിന് പഠിച്ച ടോപ്പിക്സ് തന്നെ ഒന്ന് വ്യത്യസ്തമായ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരു എക്സാമാണ് NCLEX എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് മാത്രം എക്സാം എഴുതാൻ പോവുക. അല്ലാതെ എനിക്ക് തിയറി എല്ലാം അറിയാം എന്ന് പറഞ്ഞ് നമ്മൾ പോവരുത്. കാരണം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് അറിയില്ലല്ലോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ ടോപ്പിക്കിനെ കുറിച്ച്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ജിഷാനൂപ് ജോആൻജോ അക്കാഡമിയിൽ നിന്ന്. എൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോയ്ക്കകത്ത് നമ്മുടെ NCLEXൻ്റെ ഫോർമാലിറ്റി എന്താണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഈ ഫോർമാലിറ്റി ചെയ്തത് എന്നൊക്കെയുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇതൊന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക.